ഒറ്റ രാത്രി കൊണ്ട് ദളപതി വിജയ് മലയാളി ആരാധകരുടെ കണ്ണിലെ കരടാകുകയാണോ? സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ സൂചനകളാണ് ഒന്നിനു പുറകെ ഒന്നായി കാണാനാകുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വിജയ്ക്കെതിരെ ട്രോളുകൾ സജീവമായത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട്ടിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയതോടാണ് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകാൻ ആരംഭിച്ചത്. പഴയ അണക്കെട്ടിന് പകരമായി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിൻ്റെ നിർദ്ദേശത്തെ എതിർക്കും. നിലവിലുള്ള അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കങ്ങൾക്കെതിരെ നടക്കുന്ന ഇടപെടലുകളെ ശക്തമായി എതിർക്കുമെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം കർണാടക സർക്കാർ കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിയെ എതിർക്കുമെന്ന തമിഴ്നാടിൻ്റെ നിലപാട് കർണാടകയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ്. വെള്ളത്തിൻ്റെ പേരിൽ തമിഴ്നാട് സർക്കാർ അയൽ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക സർക്കാരുകളുമായി കൊമ്പ് കോർക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ജയലളിത തുടരുമ്പോഴാണ് തമിഴ്നാട് വെള്ളത്തിൻ്റെ പേരിൽ അയൽ സംസ്ഥാനങ്ങളുമായി ഏറ്റുമുട്ടൽ രൂക്ഷമാക്കിയത്. കാവേരി വിഷയത്തിൽ കർണാടകയുമായും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവുമായും നിയമപോരാട്ടം പതിവായിരുന്നു. വിഷയം കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്ക് മുന്നിലുമെത്തി. എന്നാൽ MK സ്റ്റാലിൻ്റെ DMK സർക്കാർ അയൽ സംസ്ഥാനങ്ങളുമായി മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവുമായും കാവേരി വിഷയത്തിൽ കർണാടകയുമായും DMK സർക്കാർ തർക്കത്തിലേക്ക് പോയില്ല. മുല്ലപ്പെരിയാർ തർക്കത്തിൽ പിണറായി വിജയൻ സർക്കാരുമായി സ്റ്റാലിൻ സർക്കാർ രമ്യതയുടെ പാതയായിരുന്നു പിന്തുടർന്നതെങ്കിൽ TVK സർക്കാർ അധികാരത്തിലെത്തിയതോടെ തമിഴ്നാട് കാവേരി മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിന് കർണാടകയിലെ DK ശിവകുമാർ സർക്കാരുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇരു സംസ്ഥാനങ്ങളും പല വിഷയങ്ങളിലും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ TVK മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവുമായും മേക്കേദാട്ടു അണക്കെട്ട് വിഷയത്തിൽ കർണാടകയുമായും ഉടക്കാനുറച്ചാണ് രംഗത്തുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉടക്കി നിൽക്കുന്ന തമിഴ്നാടിന് മേക്കേദാട്ടു അണക്കെട്ടിൽ കേരളം തിരികെ പണി കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കർണാടക കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതിക്ക് തമിഴ്നാട്, കേരളം, പുതുച്ചേരി സംസ്ഥാനങ്ങളുടെ സമ്മതമില്ലാതെ അനുമതി നൽകരുതെന്നാണ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന TVK സർക്കാരിനോട് മേക്കേദാട്ടു അണക്കെട്ട് തർക്കത്തിൽ കേരളം പിന്തുണ നൽകുമോ എന്ന ആകാംക്ഷയാണ് ഉള്ളത്. കേരളത്തിലും കർണാടകയിലും കോൺഗ്രസ് സർക്കാരുകളാണ് അധികാരത്തിലുള്ളത്. കേരള മുഖ്യമന്ത്രി VD സതീശൻ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന് അടുത്ത ബന്ധമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി കേരളത്തിന് ഇതുവരെ അത്ര വലിയ അടുപ്പവുമില്ല. എന്താണ് മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതി എന്ന് നോക്കാം. കർണാടക സർക്കാർ കാവേരി നദിക്ക് കുറുകെ നിർദ്ദേശിച്ചിരിക്കുന്ന ജലവൈദ്യുത കുടിവെള്ള പദ്ധതിയാണ് മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതി. തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ അകലെ രാമനഗര ജില്ലയിലെ കനകപുരയ്ക്ക് സമീപം കാവേരി നദിക്ക് കുറുകെ നിർദ്ദിഷ്ട പദ്ധതി നിർമ്മിക്കാനാണ് കർണാടക സർക്കാർ നീക്കം നടത്തുന്നത്. ഏകദേശം 9,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി IT നഗരമായ ബംഗളൂരുവിൻ്റെ വെള്ളപ്രശ്നം പരിഹരിക്കും. അതിനൊപ്പം വൈദ്യുതി ഉത്പാദനവുമാണ് പ്രധാന ലക്ഷ്യം. പദ്ധതിയിലൂടെ 400 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. മേക്കേദാട്ടു അണക്കെട്ടിന് ഏകദേശം 67.16 TMC, അതായത് 1000 ദശലക്ഷം ഘനയടി വെള്ളം സംഭരിക്കാൻ ശേഷിയുണ്ടാകും. 90 മീറ്റർ ഉയരവും 735 മീറ്റർ നീളത്തിലുമുള്ള കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് നിർമ്മിക്കുക. 400 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഭൂഗർഭ പവർ ഹൗസും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിയെ തമിഴ്നാട് എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് നോക്കാം. കർണാടകയുടെ നിർദ്ദിഷ്ട മേക്കേദാട്ടു അണക്കെട്ട് പ്രദേശത്തെ കർഷകരെ ബാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നദിയുടെ ഒഴുക്കിനെ ബാധിക്കും. ഭാവിയിൽ അണക്കെട്ട് ഒരു ജലസംഭരണിയായി മാറും. ഇതോടെ
കർണാടകയ്ക്ക് ജലപ്രവാഹത്തിനുമേൽ പൂർണ്ണ നിയന്ത്രണം ലഭിക്കുമെന്നും തമിഴ്നാട് വാദിക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതി നടപ്പിലാക്കിയാൽ കനത്ത പാരിസ്ഥിതികാഘാതം ഉണ്ടാകുമെന്ന വാദവും ശക്തമാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാവേരി വന്യജീവി സങ്കേതത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെടെ 5000 ഹെക്ടറിലധികം ഭൂമി വെള്ളത്തിനടിയിലാകുമെന്നും തമിഴ്നാട് വാദിക്കുന്നുണ്ട്. കാവേരി നദിയിലെ ജലം സംബന്ധിച്ച സുപ്രീം കോടതിയുടെയും കാവേരി ട്രൈബ്യൂണലിന്റെയും അന്തിമ വിധികളുടെ ലംഘനമാണിതെന്നും തമിഴ്നാട് പറയുന്നു. അതേസമയം തമിഴ്നാടിന് സുപ്രീം കോടതി വിധിപ്രകാരം നൽകേണ്ട കാവേരി ജലത്തിന്റെ അളവിൽ ഒരു കുറവും വരത്തില്ലെന്ന് കർണാടക പറയുന്നുമുണ്ട്. പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക സാമ്പത്തിക സഹായമൊന്നും കർണാടക ആവശ്യപ്പെടുന്നില്ല. സംസ്ഥാനത്തിന്റെ സ്വന്തം ഫണ്ടും പവർ സെക്ടറിൽ നിന്നുള്ള വരുമാനവും ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കാനാണ് കർണാടക ഉദ്ദേശിക്കുന്നത്. കാവേരി വന്യജീവി സങ്കേതത്തിലെ ഏതാണ്ട് 12,500-ലധികം ഏക്കർ വനഭൂമി പദ്ധതി കാരണം വെള്ളത്തിനടിയിലായേക്കും. ഇതിന് പകരമായി മറ്റ് ജില്ലകളിൽ തുല്യമായി ഭൂമി കണ്ടെത്തി വനവൽക്കരണം നടത്തുന്നതിനുള്ള ഭാരിച്ച ചെലവുകളും കർണാടക സർക്കാർ വകയിരുത്തും. പദ്ധതിക്ക് സാങ്കേതിക പരിസ്ഥിതി അനുമതികൾ കേന്ദ്ര സർക്കാർ നൽകരുതെന്നാണ് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയവും പാസാക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുമതി തേടുകയാണ് കർണാടക സർക്കാർ. മേക്കേദാട്ടു അണക്കെട്ട് വിഷയത്തിലും മുല്ലപ്പെരിയാർ വിഷയത്തിലും കേരളവുമായും പോരിനുറച്ചാണ് വിജയ് നയിക്കുന്ന TVK സർക്കാർ രംഗത്തുള്ളത്. ഈ സാഹചര്യത്തിൽ കേരളവും കർണാടകയും കൈകോർക്കുമോ അതോ വിജയ് സർക്കാരുമായി ഇരു സംസ്ഥാനങ്ങളും രമ്യതയിൽ എത്തുമോ എന്നുമാണ് നോക്കിക്കാണേണ്ടത്.